അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക് കൗമാരക്കാരിലെ ആർത്തവ പ്രശ്നങ്ങൾ. അഡോളസൻ്റ് ഏജ് ഗ്രൂപ്പിലുള്ള പെൺകുട്ടികൾ യൂഷ്വലി പണ്ടൊക്കെ അവരുടെ ഒരു പീരീഡ്സ് ആദ്യമായിട്ട് അറ്റൈൻ ചെയ്യുന്നതിന് നമ്മൾ മെനാർക്ക് എന്നാണ് പറയുക. അപ്പോൾ പണ്ടൊക്കെ മെനാർക്ക് അറ്റൈൻ ചെയ്തിരുന്ന ഏജ് തന്നെയും ഒരു എബോവ് 13 അല്ലെങ്കിൽ ഒരു 13നും 16നും വയസ്സിനൊക്കെ ഇടയിലാണ് നമ്മുടെ തൊട്ട് മുമ്പത്തെ ജനറേഷൻ ഒക്കെ പീരീഡ്സ് അറ്റൈൻ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ തുടക്കം തൊട്ട് തന്നെ ലൈക്ക് ആദ്യമായിട്ട് പീരീഡ്സ് ആവുന്ന ഏജ് പോലും ഇപ്പം ഒരുപാട് നേരത്തെയാണ്. മിക്ക കുട്ടികളും ബിറ്റ്വീൻ 10 and 12 ആണെന്നുണ്ടെങ്കിലും പലരും 10ന് മുമ്പ് തന്നെ ആവുന്നുണ്ട്. അപ്പം അത് ചില പേരൻസിനൊരു കൺസേൺ ആണ്. അതുപോലെ ആദ്യമായിട്ട് പീരീഡ്സ് ആയതിനു ശേഷം കുറേ നാൾ പീരീഡ്സ് വരാതിരിക്കുക, പിന്നെ അതുപോലെ പീരീഡ്സിൻ്റെ സമയത്തുണ്ടാവുന്ന ഹെവി ബ്ലീഡിങ്, അതുപോലെ പീരീഡ്സിൻ്റെ സമയത്തുണ്ടാവുന്ന സിവിയർ ആയിട്ടുള്ള പെയിൻ, ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങളാണ് ഇപ്പോൾ മെയിനായിട്ട് ഈ അഡോളസൻ്റ് ഏജ് ഗ്രൂപ്പിലുള്ള പെൺകുട്ടികൾ ഫേസ് ചെയ്യേണ്ടി വരുന്നത്. അപ്പം ആ കുട്ടികളെക്കാട്ടിലും കൂടുതൽ അവരുടെ പേരൻസിനാണ് അതൊരു കൺസേൺ ആയിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് കേസസ് നമ്മുടെ അടുത്ത് വരാറുണ്ട്. അതിൽ തന്നെ ഈ പറഞ്ഞ പോലെ മെയിനായിട്ട് പെയിനും ബ്ലീഡിങ്ങും ഒക്കെയാണ് നമുക്ക് കൂടുതലായിട്ട് കുട്ടികളിൽ കണ്ടുവരുന്നത്. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് ആയുർവേദത്തിൽ എന്തൊക്കെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാം, അല്ലെങ്കിൽ ആയുർവേദം എത്രത്തോളം ഇഫക്റ്റീവാണ്, അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ആദ്യമായിട്ട് നമുക്ക് കുട്ടികൾക്ക് പീരീഡ്സ് ആവുമ്പോൾ അവർക്ക് എന്ത് കെയറാണ് കൊടുക്കേണ്ടത്. അമ്മമാർക്ക് എപ്പോഴും കൺഫ്യൂഷനുള്ള ഒരു കാര്യമാണ് കുട്ടികൾക്ക് എന്തൊക്കെ കൊടുക്കണം, എന്തൊക്കെ മരുന്നുകൾ കൊടുക്കണം. അവർ കുറേ പേര് വന്ന് ചോദിക്കാറുണ്ട്, ലേഹ്യം കൊടുക്കണോ, അരിഷ്ടം കൊടുക്കണോ, കഷായം കൊടുക്കണോ, അങ്ങനത്തെ കുറേ കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് നമുക്കൊന്ന് പറഞ്ഞു പോവാം. പീരീഡ്സ് ആവുക അല്ലെങ്കിൽ ഒരു 10 വയസ്സിനും 13 വയസ്സിനും ഇടയ്ക്ക് പെൺകുട്ടികൾ പീരീഡ്സ് ആവുക അല്ലെങ്കിൽ മെനാർക്ക് അറ്റൈൻ ചെയ്യുക എന്ന് പറയുന്നത് ഒരു നോർമൽ ഫിസിയോളജിയാണ്. അപ്പം ആ സമയത്ത് നമ്മൾ മെയിനായിട്ട് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കിക്കുക എന്നുള്ളത്. കാരണം മിക്ക കുട്ടികൾക്കും ഇപ്പം മിക്ക സ്കൂൾസിലും അവർ ആ ഒരു നോളജ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്നാൽ പോലും കുട്ടികൾ അതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കുക, എന്താണ് ഈ പീരീഡ്സ് ആദ്യമായിട്ട് ഇങ്ങനെ ആവുമ്പോൾ ഇനി എല്ലാ മന്തും ഇങ്ങനെ ഉണ്ടാവും, ബ്ലീഡ് ചെയ്യും. അപ്പോൾ ആ സമയത്ത് എന്തൊക്കെ കെയർ, അവർ പേഴ്സണൽ ഹൈജീൻ അവരെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളത് അവരെ ആദ്യം ആ ഒരു അവയർനെസ് അമ്മമാരത് കൊടുക്കണം. ഇപ്പം പാഡ് ചേഞ്ച് ചെയ്യുന്ന ആയിക്കോട്ടെ, അല്ലെങ്കിൽ കുളിക്കുന്നതായിക്കോട്ടെ. അപ്പം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അമ്മമാരവരെ പറഞ്ഞ് മനസ്സിലാക്കുക. രണ്ടാമത് അവർക്ക് കൊടുക്കേണ്ട മെഡിസിൻസ് മെയിൻലി ഈ ഒരു സമയത്ത് ഉണ്ടാവുന്ന ഡിസ്കംഫർട്ട്, ഒന്ന് പെയിൻ ഉണ്ടാവും, അതുപോലെ ചിലപ്പോൾ ബ്ലീഡിങ് ചിലപ്പോൾ കൂടുതലായിരിക്കാം, ചിലപ്പോൾ കുറവായിരിക്കാം. അത് ഓരോ കുട്ടികളിലും വേരി ചെയ്ത് കാണും. അപ്പോൾ ഈ പെയിനൊക്കെ വരുമ്പോൾ നമുക്ക് ഹോം റെമഡി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ജസ്റ്റ് ഹോട്ട് വാട്ടർ ബാഗ് വെക്കുക, പിന്നെ ചൂടുവെള്ളം ഇടയ്ക്കിടയ്ക്ക് കുടിക്കുക. പിന്നെ അല്ലാതെ നമുക്ക് കുറച്ച് എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള ഉലുവ അല്ലെങ്കിൽ ജീരകം, ഇങ്ങനത്തെ സാധനങ്ങൾ ഇട്ട് തിളപ്പിച്ച വെള്ളം ചെറിയ ചൂടിൽ ഇടയ്ക്കിടയ്ക്ക് സിപ്പ് ചെയ്യാൻ കുട്ടികൾക്ക് കൊടുക്കുക. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് വളരെ ഇഫക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പെയിനൊക്കെ നന്നായിട്ട് കുറയുകയും ചെയ്യും. അതുപോലെ തന്നെ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ക്ഷീണം, അപ്പം ചില കുട്ടികളൊക്കെ ഈ പറഞ്ഞ പോലെ കുറച്ച് ഹീമോഗ്ലോബിനൊക്കെ കുറവാണ്, ഇപ്പം ഒരു ബിലോ നോർമലൊക്കെ ഉള്ള കുട്ടികൾക്കാണെങ്കിൽ ചിലപ്പം പെട്ടെന്ന് ക്ഷീണം വരാം. അപ്പം അങ്ങനെയുള്ള കുട്ടികൾക്ക് കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഈ നമ്മുടെ മാതളം, നെല്ലിക്ക, അങ്ങനത്തെ കുറച്ച് അയൺ റിച്ച് ആയിട്ടുള്ള ഡയറ്റ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുക. പിന്നെ മെയിനായിട്ട് അവരുടെ ഡയറ്റാണ് ശ്രദ്ധിക്കേണ്ടത്. കുറേ എന്തെങ്കിലും ഫാറ്റ് റിച്ച് ആയിട്ടുള്ള ഫുഡ് കൊടുക്കുക, മീറ്റും അങ്ങനത്തെ കാര്യങ്ങൾ ഒരുപാട് അവർക്ക് ആ ഒരു സമയത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്ടിരിക്കുക. എസ്പെഷ്യലി ഫസ്റ്റ് ടൈം പീരീഡ്സ് ആവുന്ന സമയത്ത് കുറച്ച് ഹെൽത്തി ആയിട്ട് ലൈറ്റ്, അവർക്ക് ആ ഒരു ദഹിക്കാൻ എളുപ്പമുള്ള തരത്തിലുള്ള ഫുഡ് അവർക്ക് കൊടുക്കുക. ഒന്ന് അവർ ഇമോഷണലി അല്ലെങ്കിൽ മെൻ്റലി അവർ കുറച്ച് ഡൗൺ ആയിരിക്കുന്ന ഒരു സമയമാണ്. കാരണം ആദ്യമായിട്ട് അവരുടെ ബോഡിയിൽ അവർ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു ചേഞ്ചാണ്. അപ്പം അതിൻ്റെ ഒരു ചെറിയൊരു ഇമോഷണൽ അൺസ്റ്റെബിലിറ്റി അവർക്ക് ഉണ്ടാവുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ അവരുടെ ബോഡിയും കുറച്ച് വീക്കാവുന്ന ഒരു പീരീഡാണ് ഇനിഷ്യലി ആ ഒരു ഫസ്റ്റ് ടൈം പീരീഡ്സ് ഒക്കെ വരുമ്പോൾ. അപ്പോൾ ആ സമയത്ത് കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള മെയിനായിട്ട് അവർക്ക് ആ ഒരു ഇമോഷണൽ സപ്പോർട്ടാണ് പേരൻസ് കൊടുക്കേണ്ടത്. അതിൻ്റെ കൂടെ തന്നെ അവരുടെ ഡയറ്റ്, ഒരു ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക. ഓവറായിട്ട് അവർ ഈ പറഞ്ഞ പോലെ ഒത്തിരി ഫാറ്റ് റിച്ച് ആയിട്ടുള്ള ഫുഡ് കൊടുക്കുക, അല്ലെങ്കിൽ ഒരുപാട് നെയ്യ്, ലേഹ്യം, കഷായം, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ശരിക്കും ആവശ്യമില്ല. അഥവാ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണ്, അങ്ങനെ വേണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് മാത്രം അത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ നോക്കുക. അല്ലാതെ നമ്മൾ കടയിൽ പോയി ചോദിക്കുമ്പോൾ അവരെന്തെങ്കിലും കഷായം, അരിഷ്ടം, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ബൈ ഡീഫോൾട്ട് അവർക്ക് വേറെ ഇഷ്യൂസ് ഒന്നുമില്ല, ബ്ലീഡിങ് കൂടുതലല്ല, അല്ലെങ്കിൽ ക്ഷീണം അധികമായിട്ടില്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അവർക്ക് സിവിയർ ആയിട്ടുള്ള പെയിനോ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളോ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ഒന്നും ആവശ്യം ബേസിക്കലി ഇല്ല.
പിന്നെ യൂഷ്വലി ഒരു ട്രഡീഷണൽ രീതിയിൽ ചില ഇപ്പം സ്പെസിഫിക് ആയിട്ട് ഇപ്പം ചില റീജിയൻ സ്പെസിഫിക് ആയിട്ട് ഇപ്പോൾ തിരുവനന്തപുരം ഭാഗത്തോട്ട് നോക്കുകയാണെങ്കിൽ ചില കുറുക്കുകൾ കൊടുക്കുന്ന ഒരു രീതിയുണ്ട്. കാരയില, യശങ്കിൻ്റെ ഇല, അതൊക്കെ കുറുക്കാക്കി കൊടുക്കുന്ന ഒരു രീതിയുണ്ട്. അത് ഫോളോ ചെയ്യണം എന്നുള്ളവർക്ക് ചെയ്യാം. പിന്നെ ഈ ഇന്നത്തെ കാലത്ത് ആ ഒരു റോ ഡ്രഗ്സിൻ്റെയൊക്കെ അവൈലബിലിറ്റി ഒക്കെ ഒരു പ്രശ്നമാണ്. അപ്പം കിട്ടും എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അത് ബേസിക്കലി ഈ ഒരു ലീവ്സ് ഒക്കെ തന്നെയും യൂട്രൈൻ ഹെൽത്തിന് നല്ലതാണെന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഈ എള്ളുണ്ട, നല്ലെണ്ണ, അങ്ങനത്തെ കാര്യങ്ങൾ കൊടുക്കുന്ന ഒരു രീതിയും ചില സ്ഥലങ്ങളിലുണ്ട്. ബേസിക്കലി എള്ള് നമ്മൾ വളരെ നല്ലതായിട്ട് പറയാറുണ്ട്, എസ്പെഷ്യലി റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിലുള്ള സ്ത്രീകളിൽ. അത് എള്ള് നമ്മുടെ ഈസ്ട്രജൻ പ്രൊഡക്ഷനെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളൊരു റീസൺ കൊണ്ടാണ് നമ്മൾ എള്ള്, അതുപോലെ തന്നെ എള്ളെണ്ണ, ഇതൊക്കെ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കാൻ പറയുന്നത്. അപ്പോൾ യൂഷ്വലി അതൊരു ഫസ്റ്റ് ടൈം പീരീഡ്സ് ആകുമ്പോൾ ഇതൊരു രീതിയാണ്. പൊതുവേ തിരുവനന്തപുരം ഭാഗത്തോട്ട് ഇത് കൊടുക്കുന്നതൊരു രീതിയാണ്. അപ്പം അത് അവരുടെ ഓരോരുത്തരുടെയും പേഴ്സണൽ ചോയ്സാണ് കൊടുക്കണോ വേണ്ടയോ എന്നുള്ളത്. പിന്നെ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയി ഇപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോവുകയാണെങ്കിൽ അവർ പറയുന്ന മെഡിസിൻസ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നോർമൽ ഡയറ്റ് അവർക്ക് നോർമലി അവരെന്താണോ കഴിക്കുന്നത് അത് തന്നെ കൊടുക്കുക. പിന്നെ മാക്സിമം റെസ്റ്റ് കൊടുക്കുക. എസ്പെഷ്യലി ആദ്യത്തെ 1-2 പ്രാവശ്യം അവർക്ക് നന്നായിട്ട് റെസ്റ്റ് കൊടുക്കുക. അവർക്ക് വേണ്ട ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുക. അവർക്ക് വേണ്ട അവെയർനെസ് കൊടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് പേരൻസിൻ്റെ സൈഡിൽ നിന്ന് ചെയ്യേണ്ടത്. പിന്നെ ഇതിൽ വേറൊരു ഗ്രൂപ്പ് കുട്ടികൾ, അതായത് ഈ ഒരു തീരെ ചെറിയ പ്രായത്തിൽ പീരീഡ്സ് ആവുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അതൊരു പ്രോബ്ലം ആണോ എന്ന് ചിലർ ചോദിക്കാറുണ്ട്. പക്ഷെ നമ്മുടെ പീരീഡ്സ് ആവുന്ന അല്ലെങ്കിൽ മെനാർക്ക് അറ്റൈൻ ചെയ്യുന്ന ഏജ് എന്ന് പറയുന്ന കുറേയൊക്കെ ഒരു ജനറ്റിക്കലി പ്രിഡിസ്പോസ്ഡ് ആണ്. അതായത് അവർ ചില കുട്ടികൾ നേരത്തെ ആവും, അത് നോർമലാണ്. അപ്പം അങ്ങനെയുള്ള കുട്ടികളിൽ ഈ പറഞ്ഞാൽ മെയിൻലി അവർ കൊച്ചു കുട്ടികളാണ്. അപ്പോൾ അവർക്ക് വേണ്ട ഒരു അവെയർനെസ്സാണ് പേരൻസ് ആദ്യമായിട്ട് കൊടുക്കേണ്ടത്. എന്നുവെച്ചാൽ അവർക്ക് ഒന്നും ചിലപ്പോൾ ഇതിനെപ്പറ്റി അറിയുന്നുണ്ടാവില്ല. സാധാരണ കുട്ടികൾ ഇതിനെപ്പറ്റി അറിയുന്നത് അവരുടെ ഫ്രണ്ട്സൊക്കെ ആവുമ്പോഴൊക്കെ ആയിരിക്കും. അപ്പം ഈ ഒരു ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ചിലപ്പോൾ ക്ലാസ്സിൽ ആദ്യമായിട്ടായിരിക്കും. അപ്പം അവർക്കത് എക്സ്പ്രസ് ചെയ്യാനോ അല്ലെങ്കിൽ അവർക്കത് എങ്ങനെ അത് പറയണം എന്നോ ഒന്നും അറിയുന്നുണ്ടാവില്ല. അപ്പോൾ ആ ഒരു സമയത്ത് അമ്മമാർ കുട്ടികളത് പറഞ്ഞ് മനസ്സിലാക്കുക, അവർക്ക് വേണ്ട റെസ്റ്റ് കൊടുക്കുക, പിന്നെ ഡയറ്റ് നന്നായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് ആദ്യമായിട്ട് പീരീഡ്സ് ആകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അല്ലാതെ വെറുതെ നമ്മൾ ഒരുപാട് അരിഷ്ടം, കഷായം, അതിൻ്റെ ഒന്നും ബേസിക്കലി അതിൻ്റെ ആവശ്യമില്ല. അൺലെസ് എന്തെങ്കിലും അവർക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ. പിന്നെ ഇതിൽ അമ്മമാർക്ക് വരുന്ന മറ്റൊരു ഡൗട്ടാണ്, ആദ്യമായിട്ട് പീരീഡ്സ് ആയി പിന്നെ കുറേ നാൾ പീരീഡ്സ് ആവാതിരിക്കുന്നു. അതൊരുപാട് പേർക്ക് ഡൗട്ടുള്ള ഒരു കാര്യമാണ്. അതൊരു നോർമലാണോ എന്നുള്ളത്. ആക്ച്വലി ആദ്യമായിട്ട് പീരീഡ്സ് ആയതിനു ശേഷം എല്ലാ മന്തും വന്നോളണം എന്നില്ല. ആദ്യമായിട്ട് പീരീഡ്സ് ആയതിനു ശേഷം ചില കുട്ടികൾക്ക് 6 മാസം അല്ലെങ്കിൽ 1 വർഷം വരെയും കഴിഞ്ഞിട്ടായിരിക്കാം അടുത്ത പീരീഡ്സ് ആവുന്നത്. അത് പെർഫെക്റ്റ്ലി നോർമലാണ്. അതുകൊണ്ട് അതിൽ വേറെ ടെൻഷൻ്റെ ആവശ്യമില്ല അമ്മമാർക്ക്. പക്ഷേ ഇത് ഇപ്പോൾ ഒരു 5-6 മാസമൊക്കെ ആവാതെ ഇരിക്കുവാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണേണ്ടത് അത്യാവശ്യമാണ്. മറ്റൊന്നുമല്ല, വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്താനായിട്ട് ഒരു സ്കാൻ എടുത്ത് നോക്കുമോ അല്ലെങ്കിൽ ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുമോ, ഹീമോഗ്ലോബിനൊക്കെ നോർമലാണോ, സ്കാനിലെല്ലാം നോർമലാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ഡോക്ടറെ കാണുക. മറിച്ച് ഈ ഒരു ചിലപ്പോൾ ഇത്രയും ഗ്യാപ്പ് വരുന്നത് ഒരു അബ്നോർമാലിറ്റി ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മിക്ക കുട്ടികളിലും ഒരു 70-80% കുട്ടികളിലും മെനാർക്ക് അറ്റൈൻ ചെയ്തതിന് ശേഷം ചിലപ്പോൾ ഒരു നല്ലൊരു ഗ്യാപ്പ് കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത പീരീഡ്സ് ആവുന്നത്. അപ്പം അത് നോർമൽ തന്നെയാണ്. അതുപോലെ തന്നെ ഈ ആദ്യം വരുന്ന കുറച്ച് സൈക്കിൾസ് ചിലപ്പോൾ അടുപ്പിച്ചടുപ്പിച്ച് എല്ലാ മാസമാണ് വരുന്നതെന്നുണ്ടെങ്കിലും അല്ലെ ഗ്യാപ്പ് എടുത്തിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിലും ചിലപ്പോൾ കുട്ടികളിൽ ഹെവി ആയിട്ട് ബ്ലീഡിങ് ഉണ്ടാവും. അതും ഒരു പരിധി വരെ നമുക്ക് നോർമലാണ്, പ്രൊവൈഡഡ് കുട്ടിക്ക് വേറെ ക്ഷീണമോ മറ്റു ബുദ്ധിമുട്ടുകളോ ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ. ഇതേ സിനാരിയോ തന്നെ ഇപ്പോൾ കുട്ടികൾ പൊതുവേ ഇച്ചിരി ഹീമോഗ്ലോബിനൊക്കെ കുറഞ്ഞ കുട്ടികളാണ്, ഭക്ഷണമൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികളാണ്, പൊതുവേ കുറച്ച് വീക്കായിട്ടുള്ള കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കണ്ട് ബ്ലീഡിങ് എത്രയും പെട്ടെന്ന് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതാണ്. കാരണം അങ്ങനെയുള്ള കുട്ടികൾ ഇത്രയും ഹെവി ബ്ലീഡിങ് ആയിട്ട് വരുമ്പോൾ പിന്നെ അവർക്ക് വീണ്ടും അതിൻ്റേതായ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആദ്യമായിട്ട് പീരീഡ്സ് ആവുമ്പോൾ കുട്ടികൾക്ക് ഉണ്ടാകുന്ന മറ്റൊരു പ്രോബ്ലമാണ് ഹെവി ആയിട്ട് വരുന്ന ബ്ലീഡിങ്. അത് ചിലപ്പോൾ എല്ലാ മന്തും റെഗുലർലി പീരീഡ്സ് ആയാലും അല്ലെങ്കിൽ ഗ്യാപ്പ് എടുത്തിട്ട് വന്നു കഴിഞ്ഞാലും ചില കുട്ടികൾക്ക് ഹെവി ആയിട്ട് ബ്ലീഡിങ് ഉണ്ടാവും. അപ്പം അത് ഒരു പരിധി വരെ നമുക്കത് നോർമലാണെന്ന് പറയാം. അവരുടെ ആ ഒരു ഹോർമോണൽ സിസ്റ്റം മെച്യൂർ ആവുന്നത് വരെ ബ്ലീഡിങ് ആണെങ്കിലും ആ ഒരു പീരീഡ്സ് വരുന്ന ഒരു ഗ്യാപ്പ് ആണെങ്കിലും കുറച്ച് വ്യത്യാസം ഉണ്ടാവും നമ്മുടെ നോർമൽ സൈക്കിൾസായിട്ട്. അപ്പോൾ ഒരു പരിധി വരെ നമുക്ക് ഹെവി ആയിട്ട് വരുന്ന ബ്ലീഡിങ് നമുക്ക് നോർമലാണെന്ന് പറയാം. പക്ഷേ
അത് കുട്ടികൾക്ക് മറ്റൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തണം. ഒന്ന്, ഈ പറഞ്ഞ പോലെ അവർക്ക് ക്ഷീണമില്ല, അല്ലെങ്കിൽ അവർ ഹെൽത്തി ആണ് എന്നുണ്ടെന്ന് തന്നെ നിൽക്കുകയാണ് ബ്ലീഡിങ് ഒരുപാട് ഹെവി ആയെന്ന് വെച്ചാൽ അവരുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ്, അവർക്ക് ഇപ്പോൾ സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് എണീക്കുമ്പോഴൊക്കെ ഇങ്ങനെ ബ്ലീഡ് ചെയ്യുവാണ്, ഫുൾ ടൈം കിടക്കേണ്ടി വരുന്നു, അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കാണണം. പക്ഷേ അവർ നോർമലാണ്, അവർക്ക് അങ്ങനെ ഒരു ക്ഷീണമൊന്നുമില്ല. അത് ഇപ്പം 2-3 ദിവസം കൂടി നിന്നിട്ട് അതിന് ശേഷം അത് കുറയുന്ന ഒരു ട്രെൻഡാണ് കാണിക്കുന്നത്. അങ്ങനെയുണ്ടെങ്കിൽ നമുക്ക് ഒരു 7 ഡേയ്സ് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ. പിന്നെ മറ്റൊരു വിഭാഗം കുട്ടികൾ, അതായത് പൊതുവേ കുറച്ച് വീക്കായിട്ടുള്ള കുട്ടികൾ, ആഹാരമൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾ, അല്ലെങ്കിലും എപ്പോഴും ക്ഷീണമുള്ള കുട്ടികൾ, അങ്ങനെയുള്ള കുട്ടികളിലാണ് ഇതുപോലെ ഹെവി ബ്ലീഡിങ് വരുന്നതെന്നുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ കണ്ട് ആ ബ്ലീഡിങ് നമ്മൾ അഡ്രസ്സ് ചെയ്യണം. കാരണം ഈ ഒരു പൊതുവേ വീക്കായിട്ടുള്ള കുട്ടികളിൽ ഈ ഒരു ഹെവി ബ്ലീഡിങ്ങും കൂടെ ചിലപ്പോൾ കുട്ടികൾ ടോളറേറ്റ് ചെയ്തോളണം എന്നില്ല. അവർക്ക് വീണ്ടും ഹീമോഗ്ലോബിൻ കുറയാനും ചിലപ്പോൾ തലകറക്കം അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ മറ്റൊരു പ്രോബ്ലമാണ് കുട്ടികളിൽ ഈ ഒരു സമയത്ത് കണ്ടുവരുന്നത് സിവിയർ ആയിട്ടുള്ള പെയിനും വോമിറ്റിങ്ങും. കുറച്ച് പെർസെൻറ്റേജ് കുട്ടികളെങ്കിലും പെയിനും വോമിറ്റിങ്ങും കൂടെ ഒരുമിച്ച് കാണാറുണ്ട്. ആ സമയത്ത് വല്ലാതെ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് വരിക, പീരീഡ്സിൻ്റെ സമയത്ത് ഭയങ്കര പെയിൻ വരിക. അപ്പം ആ ഒരു ഫസ്റ്റ് ഡേ ആയിരിക്കും മിക്ക കുട്ടികളിലും ഈ ഒരു പ്രശ്നം വരുന്നത്. അപ്പോൾ അത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ചെറിയ രീതിയിൽ ഹോം റെമഡീസായിട്ട് ഇങ്ങനെ ചെറിയ ഇടയ്ക്കിടയ്ക്ക് ചൂടുവെള്ളം സിപ്പ് ചെയ്യുക, അതുപോലെ ഹോട്ട് വാട്ടർ ബാഗ് വെക്കുക. പിന്നെ ഈ പ്രത്യേകിച്ച് പീരീഡ്സിന് കുറച്ച് നാളും അല്ലെങ്കിൽ ഒരു 1 വീക്കൊക്കെ മുൻപ് കുട്ടികൾക്ക് ഒത്തിരി സ്പൈസി ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഒരുപാട് ഗ്യാസ് ഉണ്ടാക്കുന്ന തരത്തിലുള്ള ആഹാരങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതൽ കഴിക്കുന്ന കുട്ടികൾ ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ കുറച്ച് കൂടുതലായിട്ട് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിന് മുമ്പ്, അറ്റ്ലീസ്റ്റ് പീരീഡ്സിന് ഒരു 1 വീക്ക് മുമ്പുള്ള ഡയറ്റൊക്കെ ഒന്ന് കുട്ടികളുടെ അടുത്തൊന്ന് ശ്രദ്ധിക്കാൻ പറയുക. ഫുൾ ഡേ അവർക്ക് സിവിയർ ആയിട്ടുള്ള പെയിനുണ്ട്, അല്ലെങ്കിൽ അവർക്ക് ഒട്ടും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു, അവരുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് പോലും അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനത്തെ ഒരു സ്റ്റേജിൽ വരുമ്പോൾ തീർച്ചയായിട്ടും അതൊരു നോർമൽ അല്ല. അത് എന്തായാലും ഒരു ഡോക്ടറെ കാണിക്കേണ്ടതാണ്.